എന്നീ പേര് പറയുമ്പോൾ തന്നെ കുറേ രാജ്യക്കാർക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു പെൺകുട്ടിയല്ല, ഒരു സിസ്റ്ററാണ്. അവർക്കൊരു അനിയനുണ്ട്. അവർ രണ്ടുപേരും മാത്രമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു ദിവസം ഒരു അനിയൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പിന്നെ അവർ കത്തൊക്കെ അയക്കുമായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് ദിവസങ്ങളായിട്ട് കത്തൊന്നും അയക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ സിസ്റ്റർ പോയിട്ട് അവിടെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ചോദിച്ചു, ഞാൻ അനിയനെ കണ്ടോ, പേരും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, അവരാകെ ഷോക്കായിട്ട് അവർ പറഞ്ഞു, ആ പയ്യനല്ലേ ഇപ്പോഴത്തെ തൂങ്ങി മരിച്ചത്, അത് നിങ്ങളാരാ അത് ചോദിച്ചു. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, ഞാനവിടെ ചേച്ചിയാണ്. അപ്പോൾ ഇവർ ശരിക്കും ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ പറയണ്ടായിരുന്നു, ആരാന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു വിചാരിച്ചു. പിന്നീടാണ് ഈ സിസ്റ്റർ ഭയങ്കര പൊട്ടിക്കരഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ സൂസൈഡ് ചെയ്തു. അങ്ങനെ പിന്നീട് ആ ഒരു സിസ്റ്ററിൻ്റെ ശല്യം അവിടുന്ന് പോയതേയില്ല. ഒരു ഡ്രസ്സ് ഇട്ട് ഒരു കുരിശും മാലയും കൊണ്ടായിരുന്നു ആ സിസ്റ്റർ നടക്കുന്നുണ്ടായത്. ഫുൾ ക്രീപ്പി ലുക്കായിരുന്നു. അപ്പം ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പണ്ടേ ഉള്ളൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. സോ അവളുടെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ഫ്രണ്ടിൻ്റെ പുതിയതായിട്ട് വന്ന ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി രാത്രി ഇങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോയിരുന്നു അവർ രണ്ടാളും. അപ്പോൾ പെട്ടെന്ന് ഈ ഒറിജിനൽ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് വന്ന് ചോദിച്ചു, എൻ്റെ അനിയനെ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇവർ പറഞ്ഞു, കണ്ടില്ലല്ലോ പറഞ്ഞു. അപ്പം ഈ പുതിയതായി വന്ന പെണ്ണിൻ്റെ കഴുത്ത് കയറി പിടിച്ചിട്ട് മേളിൽ കയറ്റിത്തരാം, എൻ്റെ അനിയനെ കണ്ടു എന്നിട്ട് ഭയങ്കര ഒച്ചപ്പാടാക്കി മേളിൽ കയറ്റി ആ പുതിയ പെണ്ണിനെ ഒറ്റ താലിട്ട് ആ പെണ്ണവിടെ മരിച്ചു വീണു. അപ്പം മറ്റേ പെണ്ണ് എന്നൊന്നും ചെയ്തു പറഞ്ഞു. പിന്നീട് ആ പെണ്ണ് ബൈബിളിൽ കുറച്ച് വരികൾ വായിക്കാൻ തുടങ്ങി. ആ അവിടെ പെടഞ്ഞ് അപ്രത്യക്ഷമായി.